പൊന്നാനിയുടെ സ്വപ്ന പദ്ധതിയായ കപ്പൽ നിർമ്മാണശാലയുടെ നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിൽ പി നന്ദകുമാർ MLA. പൊന്നാനിയുടെ സ്വപ്ന പദ്ധതിയായ കപ്പൽ നിർമ്മാണശാലയുടെ നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലാണെന്നും ജനുവരി 27 പദ്ധതിയുടെ പൂർണ്ണരൂപം ലഭ്യമാകുമെന്നും പൊന്നാനി MLA പി നന്ദകുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ പൊന്നാനിയുടെ നീണ്ട കാലത്തെ സ്വപ്നമാണ് സാർത്ഥകമാവുന്നത്. പദ്ധതി നല്ല രീതിയിൽ നടപ്പിലാകുന്നതിനായി മുഴുവൻ ആളുകളുടെയും സഹകരണങ്ങൾ ആവശ്യമാണെന്ന് MLA പറഞ്ഞു. പദ്ധതി നിർമ്മാണ പ്രദേശത്തെ 30 ഏക്കറോളം ഭൂമി നിർമ്മാണ കമ്പനിക്ക് വിട്ടു നൽകുന്നതിനായി പ്രദേശത്ത് അനധികൃതമായി നിർമ്മിച്ചിട്ടുള്ള മീൻചാപ്പകൾ നീക്കിക്കൊടുക്കേണ്ടത് മാരിടൈം ബോർഡിന്റെ ഉത്തരവാദിത്തമാണ്. ഷെഡുകൾ നീക്കം ചെയ്യാൻ കലക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമായിരുന്നു. ഈ യോഗത്തിൽ ഷെഡുകൾ ഉപയോഗിക്കുന്ന മത്സ്യത്തൊഴിലാളി പ്രതിനിധികൾ പങ്കെടുക്കുകയും ഷെഡുകൾ നീക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടത് പ്രകാരം പകരം ഷെഡുകൾ ഹാർബറിനോട് ചേർന്ന് നിർമ്മിച്ചു നൽകാനും തീരുമാനമായിട്ടുണ്ട്. രാഷ്ട്രീയവും സാമ്പത്തികവുമായ നേട്ടത്തിനു വേണ്ടി വലിയ പദ്ധതിയെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് തകർക്കാനുള്ള ശ്രമം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ജനങ്ങൾ തിരിച്ചറിയണമെന്നും MLA പറഞ്ഞു. ആദ്യഘട്ടത്തിൽ 200 കോടി മുതൽ മുടക്കിൽ ചെറുകിട കപ്പലുകൾ നിർമ്മിക്കാനാണ് ലക്ഷ്യം. മത്സ്യബന്ധന ബോട്ടുകളും നിർമ്മിക്കാം. രണ്ടാം ഘട്ടത്തിൽ 1000 കോടിയുടെ വൻകിട കപ്പൽ ശാലയാണ് വരുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയ കപ്പൽ നിർമ്മാണശാലയായി പൊന്നാനി മാറുന്നതോടൊപ്പം മലബാറിലെ പ്രധാന വ്യവസായിക ഹബ്ബായി പൊന്നാനി മാറും. ചെറിയ കപ്പൽ നിർമ്മാണം ആരംഭിച്ച് വലിയ കപ്പലുകൾ നിർമ്മിക്കാനുള്ള കപ്പാസിറ്റി കൂടിയിട്ടുള്ള പ്രൊജക്റ്റാണ് ഉള്ളത്. അന്താരാഷ്ട്ര നിലവാരത്തിൽ തന്നെ കപ്പലുകൾക്ക് ഇപ്പോൾ ആവശ്യമാണ് ഉള്ളത്. വിഴിഞ്ഞം വന്നതോടുകൂടി ഇവിടെ കേരളത്തിലും അതിൻ്റെ ആവശ്യം ഡിമാൻഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻഡസ്ട്രി ഒരു മസ്റ്റായിട്ട് ഒരു ആവശ്യമായിട്ട് വന്നൊരു ഘട്ടമാണ് ഇൻഡസ്ട്രി. ഇവിടെ അല്ലെങ്കിൽ എവിടെയായാലും സാധനം ഉണ്ടാക്കണം. അങ്ങനെ ഇവർ പല സ്ഥലങ്ങളിലും കണ്ടെത്തി എന്നിട്ട് അവസാനം പൊന്നാനി ആപ്റ്റ് സ്ഥലമാണ്, പല കാരണങ്ങൾ കൊണ്ട് കപ്പൽ ചാനലിനടുത്ത സ്ഥലമാണ് എന്ന് അവർ വന്ന് നിരവധി സ്റ്റഡി നടത്തിയിട്ടാണ് അവർക്കുള്ളത്. അതിനുള്ള സാധാരണ ഒരു വേഗമായിട്ടുള്ള സ്റ്റഡിയല്ല. അവരിവിടെ നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ വന്ന് സ്റ്റഡി നടത്തി എക്സ്പെർട്സൊക്കെ വന്ന് കണ്ടെത്തിയതിന് ശേഷമാണ് അവർ ഈ ടെൻഡറിലേക്ക് കടക്കാൻ തയ്യാറായി വന്നിട്ടുള്ളത്. 1000-ഓളം പേർക്ക് ഇതിൻ്റെ കംപ്ലീഷനോടുകൂടി ജോലിയും കിട്ടും, അനുബന്ധമായിട്ടുള്ള ജോലിയും കിട്ടും. ലോജിസ്റ്റിക് ഇൻഡസ്ട്രിക്കും വലിയ രൂപത്തിലേക്കുള്ള ബൂസ്റ്റിംഗ് വരും. ക്രമേണ അവർക്ക് ഇവിടെ പിന്നെ ഇതിൻ്റെ ടെർമിനൽ എന്ന രൂപത്തിലേക്ക് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് ആവശ്യങ്ങൾക്കും ഈ കപ്പൽ സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന വലിയ രൂപത്തിലേക്കുള്ള പ്രൊജക്റ്റാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ പാൻ ബസാർ തിരൂർ.